സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയുടെ മരണം നിപ കാരണമെന്ന് സ്ഥിരീകരിച്ചു. മഞ്ചേരിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവായി. അന്തിമ പരിശോധനയ്ക്കായി സ്രവ സാമ്പിൾ പുനെയിലേക്ക് അയച്ചു. പ്രോട്ടോകോൾ പാലിച്ച് മൃതദേഹം അട്ടപ്പാടിയിൽ സംസ്കരിക്കും. വിവരങ്ങളുമായി അജിത് ബാബു നമുക്കൊപ്പം ചേരുകയാണ്. അജിത്ത്, എപ്പോഴാണ് ഈ വ്യക്തിയുടെ പരിശോധനാ ഫലം പുറത്തു വന്നത്? ഈ മൃതദേഹം നേരത്തെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും മൃതദേഹം ഈ പരിശോധനാ ഫലം പുറത്തു വരുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. എപ്പോഴായിരിക്കും സംസ്കാരം? ബിനിൽ പോത്തൻ, വളരെ പ്രധാനപ്പെട്ടത്, ഒരാഴ്ച മുമ്പാണ് പാലക്കാട് മണ്ണാർക്കാട് കുമരമ്പത്തൂർ സ്വദേശിയായിട്ടുള്ള 58-കാരന് പനി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടി. പനി കുറയാതെ വന്നതോടുകൂടി വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ നേടി. അതിനുശേഷമാണ് പനി ഒരു തരത്തിലും കുറയാത്ത സാഹചര്യത്തിൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് ഇന്നലെയാണ് മരണം സംഭവിക്കുന്നത്. എന്നാൽ ഈ നിപ്പ രോഗലക്ഷണങ്ങൾ സംശയിക്കുന്നതിനാൽ പിന്നീട് ഇത്തരത്തിൽ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ പരിശോധന നടത്തി, സാമ്പിൾ പരിശോധന നടത്തിയ ഘട്ടത്തിൽ തന്നെ പോസിറ്റീവ് ആവുകയായിരുന്നു. ഏതാണെങ്കിലും പൂനെ വൈറോളജി ലാബിൽ അയച്ചതിന് ശേഷമാണ് ഇതിലൊരു കൃത്യമായ അന്തിമമായ തീരുമാനം ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ പരിശോധനാ ഫലം വന്നതോടുകൂടി ഈ പ്രദേശത്ത് ആകമാനം നിയന്ത്രണം നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടേക്ക് പ്രവേശിക്കുന്നതിനുൾപ്പെടെ പോലീസ് അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഈ ഭാഗത്ത് നടക്കുന്ന ചില പരിപാടികൾ അത് മാറ്റിവെക്കണമെന്ന് പഞ്ചായത്ത് ഇവിടുത്തെ ആളുകളോട് അറിയിക്കുകയും അതിനനുസരിച്ചുള്ള പരിപാടികൾ മാറ്റിവെക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നിപ്പ നിയന്ത്രണങ്ങൾ, കണ്ടെയ്ൻമെൻറ്റ് സോണുകളൊക്കെ പിൻവലിച്ചു. അതിന് പിന്നാലെ പുതിയൊരു കേസ് കൂടി വന്നത് വലിയ തരത്തിലുള്ള ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ജാഗ്രതയാണ് മതി എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ വിലയിരുത്തുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡേറ്റ ഉൾപ്പെടെ ലഭിച്ചതിന് ശേഷമായിരിക്കും ജില്ലാ ഭരണകൂടം തുടർ നടപടികൾ സ്വീകരിക്കുക. ഡേറ്റ ഉൾപ്പെടെ ഇത് പ്രാഥമികമായ സമ്പർക്ക പട്ടികയും സെക്കൻഡറി സമ്പർക്ക പട്ടികയും ഉൾപ്പെടെ രൂപീകരിക്കേണ്ടതുണ്ട്. അതെല്ലാം രൂപീകരിക്കേണ്ട അടക്കം അതിനുശേഷമായിരിക്കും കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കുക. നിലവിൽ ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ പ്രാഥമിക പരിശോധനയിൽ ഫലം പോസിറ്റീവായി. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നേരത്തെ ബില്ലിൽ സൂചിപ്പിച്ചതുപോലെ നടക്കും. അതിന് ഇത്തരത്തിൽ നമുക്കറിയാം, നിപ്പയുമായി ബന്ധപ്പെട്ട സംസ്കാര ചടങ്ങുകളൊക്കെ വളരെ കൃത്യമായ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് നടത്തുക. അത്തരത്തിലായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക. നിലവിൽ ഏതാണെങ്കിലും മേഖലയിലാകമാനം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബിനിൽ പോത്തൻ. ശരി, വ്യക്തമാണ്. മേഖലയിൽ ജാഗ്രത തുടരുകയാണ്. ഇപ്പോൾ ഒരു മരണം കൂടി നിപ കാരണമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.